വരന്തരപ്പള്ളി പഞ്ചായത്ത് തോട്ടുമുഖം പമ്പ് ഹൌസിൽ നിർത്തിവെച്ച പമ്പിംഗ് പുനരാരംഭിച്ചു. കനത്ത മഴയിൽ പമ്പ് ഹൌസിലേക്കുള്ള റോഡിൽ വെള്ളവും ചെളിയും നിറഞ്ഞതാണ് 3 ദിവസം പമ്പിംഗ് മുടങ്ങാൻ കാരണമായത്. കുറുമാലിപ്പുഴയുടെ തീരത്താണ് തോട്ടുമുഖം പമ്പ് ഹൌസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് സമീപത്തെ 4 പഞ്ചായത്തുകളിൽ കിണറുകളില്ലാത്ത പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പമ്പ് ഹൌസിൽ നിന്ന് പമ്പിംഗ് മുടങ്ങിയത് പ്രദേശത്തെ കുടിവെള്ള വിതരണം താറുമാറാക്കി. കനത്ത മഴയിൽ കുറുമാലിപ്പുഴയും പമ്പ് ഹൌസിന് സമീപത്തെ കരയാമ്പാടം തോടും നിറഞ്ഞു കവിഞ്ഞതോടെ പമ്പ് ഹൌസിലേക്കുള്ള പാതയിൽ ചെളിയും വെള്ളവും നിറഞ്ഞതാണ് പ്രതിസന്ധിയായത്. ഒരാൾ പൊക്കത്തിൽ വഴിയിൽ വെള്ളം നിറഞ്ഞതോടെ ജീവനക്കാർക്ക് പമ്പ് ഹൌസിലേക്ക് എത്താനുള്ള വഴിയടഞ്ഞു. മഴ ശമിച്ച് വെള്ളമിറങ്ങിയെങ്കിലും മുട്ടിനൊപ്പം ചെളിയിലൂടെ നടക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പാത ഉയർത്തി നവീകരിക്കണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. എല്ലാ വർഷവും മഴ കനത്താൽ ജീവനക്കാർക്ക് പമ്പ് ഹൌസിലേക്ക് എത്താൻ കഴിയാത്തതിനാൽ ദിവസങ്ങളോളം പമ്പിംഗ് മുടങ്ങുന്നത് ഇവിടെ പതിവാണ്. പമ്പ് ഹൌസിലേക്കുള്ള വഴി നവീകരിക്കുക മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരമെന്നും അതിനായി പഞ്ചായത്തിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഈ പമ്പ് ഹൗസിലേക്ക് വരുന്ന റോഡ് പഞ്ചായത്തിൻ്റെയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഉയർത്തി തരാമെന്ന് പറഞ്ഞതാ. ഒരു 3 അടിയോളം ഉയർത്തി കിട്ടിയാൽ നമുക്ക് ഈ പമ്പിങ്ങും തടസ്സമില്ലാത്ത വിധത്തിൽ ചെയ്യാൻ പറ്റും. ഇപ്പം എല്ലാ കൊല്ലം 2-3 പ്രാവശ്യം, ഇതുപോലെ ഇപ്പം 3 ദിവസം കഴിഞ്ഞു. കഴിഞ്ഞ കൊല്ലം തന്നെയായിരുന്നു. അപ്പോൾ അന്ന് പഞ്ചായത്ത് കമ്മിറ്റി എന്നോട് പറഞ്ഞാണ് ഇത് നേരേക്ക് തരാം. പിന്നെ അത് ഇങ്ങനെ ഇട്ടുപോയി. ഇത്തവണ ഞാൻ മെമ്പർമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചെയ്ത് കിട്ടിയാൽ നന്നായിരിക്കും. അപ്പോൾ പമ്പിങ് മുടങ്ങില്ല. വെള്ളം വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ജീവനക്കാർക്ക് വരാൻ പേടി. അത്രയും നല്ല ഒഴുക്ക്, വല്ല പാമ്പ് ആരെങ്കിലും വീണ് കഴിഞ്ഞാൽ ഒരാളും അറിയില്ല, ഒറ്റയ്ക്കാണ്. ഇപ്പം തന്നെ ഒരു പാമ്പ് രാത്രി വന്നാൽ എവിടേക്ക് ഇറങ്ങിയോട് വഴുക്കും. ഒരു രക്ഷയില്ലാത്ത സ്ഥിതിയിലാണ്. അതിന് എന്തെങ്കിലും ഈ ഉയർത്തൽ മാത്രമാണ് പ്രായോഗികം. ചൊവ്വാഴ്ച രാവിലെ മുതൽ മഴ മാറി നിന്നതോടെ വെള്ളം ഒഴിഞ്ഞുപോയി. അപകടകരമായ രീതിയിൽ അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്ത് സാഹസികമായി പമ്പ് ഹൗസിലെത്തിയാണ് ജീവനക്കാർ പമ്പിംഗ് പുനരാരംഭിച്ചത്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ തോട്ടുമുഖം പമ്പ് ഹൗസിൽ നിന്നും കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി പമ്പിംഗ് മുടങ്ങിയത് സമീപ പഞ്ചായത്തുകളിൽ പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിക്കുന്ന നിരവധി കുടുംബങ്ങളെയാണ് പ്രതിസന്ധിയിലാക്കിയത്. തോട്ടുമുഖം പമ്പ് ഹൗസിനോട് ചേർന്നുള്ള കുറുമാലിപ്പുഴയും കരയാമ്പാടം തോടും നിറഞ്ഞു കവിഞ്ഞതോടെ തോട്ടുമുഖം പമ്പ് ഹൗസിലേക്കുള്ള വഴി പൂർണ്ണമായും വെള്ളക്കെട്ടിലായതാണ് ജീവനക്കാർക്ക് ഈ പമ്പ് ഹൗസിലേക്ക് എത്താൻ കഴിയാത്തതിന് കാരണമായത്. അതോടെയാണ് പമ്പിംഗ് ഈ ഏതാനും ദിവസങ്ങൾ തടസ്സപ്പെട്ടത്. കഴിഞ്ഞ നിരവധി വർഷങ്ങളിലായി ഇത്തരത്തിൽ പ്രതിസന്ധി എല്ലാ വർഷവും ഉണ്ട്. വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ അധീനതയിലുള്ള തോട്ടുമുഖം പമ്പ് ഹൗസിലേക്കുള്ള റോഡ് ഏതാനും അടി ഉയർത്തി നവീകരിക്കണമെന്ന് പലതവണയായി ആവശ്യപ്പെടുന്നു. എല്ലാ വർഷവും ഉണ്ടാകുന്ന ഈ ദുരിതം അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ റോഡ് സൗകര്യം പൂർണ്ണമായും സജ്ജമാക്കണമെന്നാണ് പമ്പ് ഹൗസിലെ ജീവനക്കാരും നാട്ടുകാരും ഒക്കെ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.